സതീഷിന്റെ ആ ചോദ്യം സെയ്ഫ് നേരത്തെ സൂചിപ്പിച്ചു എന്ന് വെച്ചാൽ കേരളത്തിന് ഇന്നോളമുള്ള യാത്രയിൽ അതിന്റെ വികസനത്തിൽ അതിന്റെ ചരിത്രത്തിൽ ബി.ജെ.പിയുടെ പങ്കെന്താണെന്ന് ചോദിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്ത് ഉത്തരവാദിത്തമാണ് ഈ ബി.ജെ.പി എം.പിമാർക്ക് ഈ കേന്ദ്രമന്ത്രിമാർക്കൊക്കെ കേരളത്തോടുള്ളത്. അവർ ഇപ്പോൾ ജോർജ് കുര്യൻ്റെ കാര്യമായാലും ഒരു താഴെത്തട്ടിൽ ഒരു വാർഡ് മെമ്പർ പോലും ആകാതെ അല്ലെങ്കിൽ അതിൻ്റെ മുകൾ തട്ടിൽ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്താതെ നേരിട്ട് കേന്ദ്രമന്ത്രിയായ ഒരാൾ, അതിനപ്പുറത്തേക്ക് അവരൊന്നും കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്നവരല്ല, മറ്റേതോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജ്യസഭ എം.പി ആയി അങ്ങനെ മന്ത്രിമാരായ ആളുകളാണ്. അവർക്ക് എന്ത് ഉത്തരവാദിത്തം ഉണ്ടാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നത് കേട്ടു. അതിനൊക്കെ അപ്പുറത്ത് മലയാളികളാണ്, സ്വാഭാവികമായും കേരളത്തിൻ്റെ അവസ്ഥ കൃത്യമായി ബോധ്യമുള്ളവരാണ്. ഒന്നുമില്ലെങ്കിൽ വയനാട് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ദുരന്തം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചിട്ടില്ല. അതൊക്കെ ബോധ്യമുള്ളവരാണ്. വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു സംഗതിയല്ല, അത് രാജ്യത്തിനാകെ ഏതെങ്കിലും തരത്തിൽ വികസനം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. ആ നിലക്കൊക്കെ ഇതിൻ്റെ ഗൗരവം അറിയാത്ത ആളുകളല്ലല്ലോ. എന്നിട്ടും എങ്ങനെ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്താൻ കഴിയുമെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതിനെ എങ്ങനെയായിരിക്കും നമ്മൾ മൊത്തത്തിൽ വിലയിരുത്താൻ കഴിയുക സെയ്ഫ്? സൈഫുദ്ദീൻ, ഇപ്പോൾ ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ജോർജ് കുര്യൻ അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, അദ്ദേഹം ഏതെങ്കിലും ജനപ്രതിനിധി സഭയിൽ അംഗമായിട്ടില്ല, അദ്ദേഹം അല്ലാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത്. അതിപ്പോൾ വി മുരളീധരൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ജനപ്രതിനിധിയായിട്ട് ഇവിടെ നിന്ന് പോയ ഒരാളുണ്ട്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ ലഭ്യമാകുമ്പോൾ അദ്ദേഹം പറയുന്നത് കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, കിട്ടുന്ന പണം കൃത്യമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്, ചുമ്മാ പുലമ്പല്ലേ എന്ന് പറയുന്ന ഒരു സിനിമാ സ്റ്റൈലിലുള്ള അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനത ഇത് വിലയിരുത്തും എന്നുള്ള എം.വി. ഗോവിന്ദൻ്റെ പരാമർശം, അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കാണുന്നത്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ള നിലപാട് കൂടി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിയമസഭയിലടക്കം ഈ വിഷയം കത്തിപ്പടരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ഇടതുപക്ഷവും UDF എല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ ആ പ്രസ്താവനയിൽ നിന്ന് കുറച്ചെങ്കിലും പിന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നീക്കം ജോർജ് കുര്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയണം. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കൊടിയ അവഗണന നേരിട്ടതിന് പിന്നാലെയാണ് കൊടിയ അപമാനം കൂടി കേരളത്തിന് നേരിടേണ്ടി വന്നത് എന്ന വസ്തുത, അതൊരു രാഷ്ട്രീയ വിമർശനമായി രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ നേരത്തെ കേൾപ്പിച്ചതാണ്. അദ്ദേഹം പറയുന്നത് കേരളം എല്ലാ സൂചികകളിലും പിന്നിലാണെന്ന് തെളിയിക്കട്ടെ, അത് കമ്മീഷനുകൾ പരിശോധിച്ചിട്ട് കേന്ദ്രമന്ത്രിക്ക് മുന്നിലേക്ക് വരുമ്പോൾ കേന്ദ്രം അത് പരിഗണിക്കാം. കേരളം ഇനിയിപ്പോൾ എങ്ങനെ പുറകോട്ട് പോകും എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എല്ലാത്തിലും മുന്നിലായ കേരളം എങ്ങനെ പിന്നോട്ട് പോകും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് കാലങ്ങളായി കേരളം നേടിയെടുത്തതാണ്. അവിടെ വി.ഡി. സതീശൻ ചോദിക്കുന്ന ചോദ്യവും പ്രസക്തമാണെന്ന് തോന്നുന്നു. കാരണം സംഘപരിവാറിനും ബി.ജെ.പിക്കും കേരളത്തിൻ്റെ ഈ വളർച്ചയിൽ, കാരണം ഇടതുമുന്നണിയും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുമാണ് കാലങ്ങളായിട്ട് മാറി മാറി കേരളം ഭരിക്കുന്നത്. ഈ രണ്ട് സംസ്ഥാന സർക്കാരുകൾക്കുമാണ് കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതിൻ്റെ അവകാശം നേടിയെടുക്കാനുള്ള അവകാശവുമുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്കതിനെ പറഞ്ഞു നിൽക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതേസമയം തന്നെയാണ് വി.ഡി. സതീശൻ ചോദിക്കുന്ന പോലെ ഇവർക്കെന്ത് അവകാശം എന്നുള്ള രാഷ്ട്രീയ ചോദ്യത്തിനുള്ള മറുപടി അത് ബി.ജെ.പി ആണ് നൽകേണ്ടത്, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വമാണ് നൽകേണ്ടത്. ഈ ജോർജ് കുര്യൻ്റെയും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെയും പ്രതികരണം അത് ഇതേ നിലപാട് തന്നെയാണോ, ജോർജ് കുര്യൻ്റെ നിലപാട് തന്നെയാണോ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഉള്ളത് എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നത്. ജോർജ് കുര്യൻ്റെ പ്രസ്താവനയ്ക്ക് ഒപ്പമാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ആ പ്രതികരണം, സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇനി ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതികരണം കൂടിയാണ് അക്കാര്യത്തിൽ വരാനുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയ പ്രതിഷേധം കടുപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. കാരണം ബജറ്റിൽ ഒരു സംസ്ഥാനത്തെ അവഗണിച്ചതിനെതിരെ ഒരു നിയമപരമായ പോരാട്ടം സാധ്യമല്ല. കാരണം ബജറ്റിൽ എന്ത് നൽകണം എന്ന് തീരുമാനിക്കുന്നത് അതാത് സർക്കാരുകളാണ്. കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാർ. അതിനെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമ പോരാട്ടം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന് അറിയില്ല. എന്തായാലും അങ്ങനൊരു അവഗണന അതിനകത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് നിയമ പോരാട്ടം സാധ്യമല്ല എന്ന് തോന്നുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയ പ്രതിഷേധത്തിലൂടെയാണ് കേരളം പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ആലോചന അത് സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിൻ്റെ പിന്തുണ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. അങ്ങനെ ഒരു കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ കേരളം ഒറ്റക്കെട്ടായിട്ട് ബി.ജെ.പിയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി സെയ്ഫ്, തുടരുക. ഇപ്പോൾ ഇന്നലെ ബജറ്റിന് ശേഷം മന്ത്രി ജോർജ് കുര്യൻ നടത്തിയ വിവാദമായ പ്രസ്താവനയിലേക്ക് ഒരിക്കൽ കൂടി.
കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കുക. അല്ല ഗവൺമെൻറ് അല്ലല്ലോ